ആറ്റിങ്ങൽ കരിച്ചയിൽ പാടിക്കവിളാകം ദേവീക്ഷേത്രത്തിലെ സപ്തദിന തിരുവുത്സവം ജനുവരി 15 ആരംഭിച്ച് 21 സമാപിക്കും. ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച സ്റ്റേജ്, ഓഫീസ്, പ്രദക്ഷിണവലയം എന്നിവയുടെ സമർപ്പണവും അവാർഡ് സന്ധ്യയും ഈ വരുന്ന 14 തീയതി വൈകുന്നേരം 6:30 മഹാറാണി പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ, പ്രശസ്ത കവി ഗിരീഷ് പുലിയൂർ, അമൃത TV ശ്രേഷ്ഠഭാരതം 2018 ഹൈസ്കൂൾ തല മത്സര ജേതാവ് കെ രാഹുൽ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. തുടർന്ന് രാത്രി 8 മണി മുതൽ സുപ്രസിദ്ധ സിനിമാ മിമിക്സ് താരം സാജൻ പള്ളുരുത്തി മുഖ്യാതിഥിയായി എത്തുന്ന തിരുവനന്തപുരം ജോസ്കോയുടെ സൂപ്പർ ഹിറ്റ് ഗാനമേള ഓൾഡ് ഈസ് ഗോൾഡ് ക്ഷേത്രാങ്കണത്തിൽ നടക്കും. ഒന്നാം ഉത്സവ ദിവസം ജനുവരി 15 വൈകുന്നേരം 4:30 5:18 തൃക്കൊടിയേറും. നാലാം ഉത്സവ ദിവസമായ ജനുവരി 18 വ്യാഴാഴ്ച രാവിലെ 9 സമൂഹ പൊങ്കാല, അഞ്ചാം ദിവസമായ ജനുവരി 19 വെള്ളിയാഴ്ച 11 മണി മുതൽ അന്നദാന സദ്യ, അവസാന ദിവസമായ ജനുവരി 21 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ താലപ്പൊലി കുത്തിയോട്ട ഘോഷയാത്ര. വൈകുന്നേരം 6:30 മുതൽ തിരുവനന്തപുരം ഹണി ഡ്യൂ മ്യൂസിക് അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേള, രാത്രി 9:30 തിരുവനന്തപുരം അജന്തയുടെ നാടകം മൊഴി എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ നായർ, സെക്രട്ടറി കെ അജന്തൻ നായർ തുടങ്ങിയവർ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പാടിക്കവിളാകം ദേവീക്ഷേത്രത്തെ സംബന്ധിച്ചാണെങ്കിൽ വളരെ ചെറിയ ഒരു ദേവീ സങ്കല്പത്തിൻ്റെ ആരാധനയിൽ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി പടിപടിയായി വികസിച്ച് ഇന്ന് നിങ്ങളീ കാണുന്ന ഏകദേശം ഒരു നല്ല ക്ഷേത്രത്തിൻ്റെ മുഖച്ഛായയോടുകൂടി ഈ കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പാടിക്കവിളാകം ക്ഷേത്രം. ഒരു ക്ഷേത്രം അതിൻ്റെ ഉത്ഭവം അതിൻ്റെ മൂലവിഗ്രഹത്തിൽ കൂടാണ്. മൂലവിഗ്രഹത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തി ദേവീ സങ്കല്പം അല്ലെങ്കിൽ ഏത് ദേവസങ്കല്പവും അതിലെ ആവാഹിച്ച് ഒരു വിഗ്രഹത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മളുടെ മൂലസ്ഥാനം ആ ദേവീ വിഗ്രഹം തന്നെയാണ്. ദേവീ വിഗ്രഹത്തിൻ്റെ ചൈതന്യമാണ് പിന്നുണ്ടാകുന്ന എല്ലാ ഡെവലപ്മെൻറ്റിൻ്റെയും ആധാരം. ഇപ്പം ഒരു ക്ഷേത്രം ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന ഈ മൂർത്തിയുടെ ദൈവിക ചൈതന്യമാണ് നമ്മളുടെ ഈ ഡെവലപ്മെൻറ്റിനെല്ലാം കാരണഭൂതമായിട്ടുള്ള പ്രധാന കാര്യം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാലഭദ്ര ദേവീ ക്ഷേത്രം എല്ലാ വർഷവും ഓരോരോ സ്റ്റേജിൽ ഇങ്ങനെ പുരോഗമിച്ച് വരികയാണ്. ക്ഷേത്ര ചൈതന്യം നിലനിൽക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വികസനം എന്ന് പറയുന്നത്. വികസനം എന്ന് പറഞ്ഞാൽ ദേവീ ക്ഷേത്രം ആത്മാവും അതിൻ്റെ ചുറ്റുമുള്ളത് ശരീരമായിട്ട് കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ ദേവീക്ഷേത്രത്തിൻ്റെ വികസനം എന്നതിൻ്റെ ശാരീരിക വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഭൗതികമായ വളർച്ച ആ ക്ഷേത്ര ചൈതന്യവും അതിനെ ഉൾക്കൊള്ളുന്ന ഭക്തരുടെ അനുഗ്രഹവും എല്ലാം കൂടി ചേർന്നാണ് ആ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ചുറ്റും കാണുന്നതാണ്. ഇവിടെ പല ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും മറ്റ് ആരാധനാലയങ്ങളും വികസിക്കുന്നത് അതിലേക്കുള്ള വരുന്ന ആളുകളുടെ ഭക്തിയോ ആ ഭക്തിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അനുഗ്രഹം കൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം വികസിക്കുന്നത്. അതൊരു സങ്കല്പമാണ്. അപ്പോൾ ഈ നമ്മൾ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇത് വികസനത്തിൻ്റെ ഓരോരോ പാതകളിങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് നമുക്ക് ഒരു ഓഡിറ്റോറിയം, ഒരു ഓഫീസ് മുറി, നമ്മുടെ ദേവിയുടെ പ്രദക്ഷിണവേല ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ഇവിടെ മഴ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിനൊരു നല്ല പ്രദക്ഷിണവേലയും നമുക്കൊരു ചുറ്റമ്പലം വേണമായിരുന്നു, ചുറ്റമ്പലം കെട്ടി അങ്ങനെ ഓരോരോ സ്റ്റേജിലായിട്ട് ഇങ്ങനെ വികസിച്ചെടുത്തതിൻ്റെ ഏറ്റവും ഇപ്പോഴത്തെ അവസാനമായിട്ട് നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വകയായിട്ടൊരു ഓഡിറ്റോറിയവും അതിൻ്റെ ഒരു ഓഫീസ് റൂമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ 14 തീയതി വൈകുന്നേരം 6:30 തമ്പുരാട്ടി സ്റ്റേജ്, കമ്മിറ്റി ഓഫീസ്, പ്രദക്ഷിണവല ഇവ ഭക്തர்களுக்கு സമർപ്പിക്കുന്ന ചടങ്ങാണ് ഏറ്റവും പ്രധാനം. 15 തീയതി മുതൽ 21 തീയതി വരെ 7 ദിവസത്തെ ഉത്സവം. എല്ലാ വർഷവും മകരമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ഉത്സവം സമാപിക്കുന്നത്. എല്ലാ വർഷവും മേടമാസത്തിലെ രോഹിണി നാളിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നു. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ആയില്യ നാളിൽ നാഗരൂട്ട് നടത്തുന്നു. പിന്നെയുള്ള എല്ലാ വർഷവും വൃശ്ചിക മാസം 41 ദിവസക്കാലവും വൃശ്ചിക വിളക്ക്, മണ്ഡലകാല വിളക്ക്. എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ രാമായണ
പാരായണം, കർക്കിടക മാസം 31 ദിവസവും. എല്ലാ വർഷവും നവരാത്രി പൂജ 9 ദിവസവും വിപുലമായി നടക്കും. പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ആചാരം ഇതൊക്കെയാണ്. എല്ലാ മകരമാസത്തിലെ ഉത്സവം, മേടമാസത്തിലെ പ്രതിഷ്ഠാദിനം, ചിങ്ങമാസത്തിൽ ആയില്യം ഊട്ട്, അത് വൃശ്ചിക മാസത്തിൽ 41 ദിവസക്കാലം മണ്ഡലകാല വിളക്ക്, കർക്കിടക മാസത്തിൽ 31 ദിവസവും മണ്ഡല രാമായണ പാരായണം, പിന്നെ നവരാത്രി പൂജ 9 ദിവസം. ഇവിടെ നമുക്ക് നിങ്ങളുടെ ഏറ്റവും പ്രധാനം നമ്മുടെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് 60 ലക്ഷം രൂപയിലധികം വന്ന പ്രവർത്തനങ്ങൾ നടന്നത്. അതായത് സ്റ്റേജ് കമ്മിറ്റി ഓഫീസ്, സ്റ്റേജിനനുസരിച്ച് ഗ്രീൻ റൂം, മൈക്ക് റൂം, അതിന് പ്രദർശന വലയം പൂർണ്ണമായും ബാംഗ്ലൂർ സ്റ്റോറാണ്. പ്രദർശന വലയത്തിനനുസരിച്ച് ചുറ്റമ്പലത്തിൻ്റെ പുറം ചുമരും മുതൽ പ്രദർശന വലയം വരെ അതും പൂർണ്ണമായും ബാംഗ്ലൂർ സ്റ്റോൺ പാകി. ചുറ്റമ്പലത്തിനകത്ത് പൂർണ്ണമായും ടൈല് പാകി. അപ്പോൾ ഗണപതി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഭക്തർക്ക് തൊഴുവാനുള്ള സ്ഥലം മഴ പെയ്താൽ മഴ പെയ്താൽ ബുദ്ധിമുട്ടുന്ന അവസ്ഥയായതുകൊണ്ട് ഗണപതി അമ്പലത്തിൻ്റെ മുൻപിൽ പുതുതായിട്ട് ആലയം എടുത്തു. നമ്മൾ ഈ ഇവിടുത്തെ ഓഫീസ് ഇവിടെ ആയതുകൊണ്ട് ക്ഷേത്രവും ഓഫീസും തമ്മിൽ ദൂരം വന്നപ്പോൾ ചുറ്റമ്പലത്തിനകത്ത് തന്നെ ദേവസ്വം പ്രശ്നം നടത്തി. അതിനകത്ത് ഓഫീസ് കൗണ്ടറും പൂജാ സാധനങ്ങൾ കൊടുക്കുന്നതിനുള്ള കൗണ്ടറും രൂപീകരിച്ചു. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഈ ഇത്രയും ചിലവുകൾ, അതുപോലെ ക്ഷേത്ര ഗ്രൗണ്ട് ഇത്രയും ഭംഗിയായി ഏകദേശം ഇതിനോടകം തന്നെ ഇപ്പോൾ ഒരു മാസത്തെ 100 ലോഡ് മണ്ണ് യഥാർത്ഥത്തിൽ നമ്മൾ പാസ് മണ്ണ് അടിച്ചാണ് ചുറ്റും നമ്മൾ ക്ഷേത്ര ചുറ്റും. അപ്പോൾ 60 ലക്ഷം രൂപയിലധികം ചിലവ് വന്നതിന് ഉപരിയായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രത്യേകത നമ്മുടെ കരിവെള്ളൂർ ജനാർദ്ദൻ്റെ കരവിരുതിനാൽ നിങ്ങൾക്കറിയാം ആ ചുവർ ചിത്രങ്ങൾ വളരെ ഭംഗിയായി അത് നിർവഹിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 1960 മുതൽ തിരുവിതാംകൂർ ആകമാനം പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ്. 1960 പതിറ്റാണ്ടിന് മുമ്പേ ദേവീ സാന്നിധ്യമുള്ള ആചരിച്ചു പോരുന്ന കൊയ്ത്തുത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും കൊയ്ത്ത് കഴിയുമ്പോൾ ആദ്യം കൊയ്ത്ത് കഴിയുന്ന പാടത്ത് മുടിപ്പുര കെട്ടി തോറ്റപ്പാട്ട് പാടി ദേവിയെ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ട് കുടിയിരുത്തി 5 ദിവസത്തെ പാട്ടും വിളക്ക് നടത്തി അതിനുശേഷം ഗുരുസർപ്പണത്തിലൂടെ ഈ പാട്ട് അവസാനിപ്പിക്കുന്ന ചടങ്ങായിരുന്നു. 1960 അന്നത്തെ 10,000 രൂപ വീതമുള്ള 20,000 രൂപ മത്സര കമ്പം നടത്തിയ ക്ഷേത്രമാണ്. അത് നടത്തിയത് അന്നത്തെ പ്രധാനപ്പെട്ട നമ്മളറിയാം, അന്ന് കണ്ടൻകാളിയും NR പണിക്കരുമായിരുന്നു അന്ന് ഈ 10,000 രൂപ പ്രകാരമുള്ള ഈ മത്സര കമ്പം നടത്തിയത്. ഏകദേശം എറണാകുളത്തിൽ ഇപ്പുറം തൊട്ട് തിരുവിതാംകൂറിൻ്റെ ഏത് 10,000 ഭക്തർ ആ സമയത്ത് ഇത് കാണുവാനെത്തി. അന്ന് ഇത്രയും ഭക്തജനങ്ങൾ എത്തുമെന്ന് ഒരു പ്രതീക്ഷയും അന്നത്തെ സംഘാടകർക്കില്ലായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടായി. ഇന്നും അറിയപ്പെടുന്നത് ഈ ക്ഷേത്രം പണ്ടത്തെ മത്സര കമ്പം നടത്തിയ ക്ഷേത്രമാണ്. അത്രയ്ക്ക് പഴമയുള്ള ക്ഷേത്രമാണ്, പതിറ്റാണ്ട് പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇപ്പോൾ ഇത് സംബന്ധിച്ചും നമ്മൾ ആദ്യം 1994 ക്ഷേത്രം ആദ്യമായി ഭൂമി വാങ്ങി. അത് പരേതനായ വിരുന്തിയോട് സുരേഷ് ഭവനിൽ കൃഷ്ണപിള്ള അന്ന് ആദ്യമായി ട്രസ്റ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നു. അദ്ദേഹമാണ് ഫസ്റ്റ് ട്രസ്റ്റ് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് 32 സെൻറ്റ് വസ്തു ആദ്യമായി ക്ഷേത്രത്തിന് വാങ്ങുന്നത്. 97 അദ്ദേഹം തലയോലപ്പുറം പരമേശ്വരനെ വരുത്തി നമ്മൾ ദേവപ്രശ്നം നടത്തി. 98 അതിന് പരിഹാരക്രിയകൾ നടത്തി. 99 ക്ഷേത്രം പണി ആരംഭിച്ചു. 2000 മാർച്ച് മാസത്തിൽ ക്ഷേത്രം പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തി. ഒറ്റ വർഷം കൊണ്ടാണ് നമ്മൾ ക്ഷേത്രം പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയത്. അന്ന് വരെ ഉണ്ടായിരുന്ന അതുവരെ നമ്മൾ 5 ദിവസത്തെ പാട്ടാണ് നടത്തിയതെങ്കിൽ ക്ഷേത്രം പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് 7 ദിവസത്തെ പാട്ട് ഇവിടെ ആരംഭിച്ചത്. 2000 മുമ്പ് വരെ 1999 വരെ ഇവിടെ 5 ദിവസത്തെ പാട്ട് മുളക്കുമായിരുന്നു. 2000 ഇവിടെ 7 ദിവസത്തെ പാട്ട് മുളക്കുന്നത്. ഇതിപ്പോഴും 7 ദിവസത്തിൽ 6 ദിവസത്തെ പാട്ട് മുളക്കും സ്ഥിരമായി ഓരോ ഭക്തർ നടത്തുന്നു. ഒരു ദിവസം 6-ാം ദിവസത്തെ പാട്ട് മുളക്കം മാത്രം വർഷാവർഷം ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ സീനിയാറിനനുസരിച്ച് കൊണ്ടുപോകും. ഇപ്പോൾ 2027 വരെ വിളക്ക് ബുക്ക് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആരോടെ വരുന്നത് അതനുസരിച്ച് ആ കാലത്ത് ഒരു വിളക്ക് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ സാറ് പറഞ്ഞതുപോലെ എല്ലാ 2000 ക്ഷേത്രം വന്നു. 2004 ലക്ഷാർച്ചന നടത്തി. 2010 ഇവിടെ നവാഹയജ്ഞം നടത്തി. 2005 നമ്മുടെ ചുറ്റമ്പലത്തിൻ്റെ വലിയമ്പലം പണി ആരംഭിച്ചു. 2012 ചുറ്റമ്പലം സമർപ്പിച്ചത് നമ്മുടെ മഹാറാണി ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയായിരുന്നു. അശ്വതിരുന്നാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയായിരുന്നു 12 ചുറ്റമ്പലം ഭക്തർക്ക് സമർപ്പിച്ചത്. 15 വീണ്ടും ദേവപ്രതിഷ്ഠ നടത്തി. അതനുസരിച്ച് 16 പുനഃപ്രതിഷ്ഠ നടത്തി. അപ്പോഴാണ് നാഗപ്രതിഷ്ഠ വരുന്നത്. അതിനുശേഷമാണ് നമ്മൾ സ്റ്റേജിലേക്ക് പോകുന്നത്. ആ സ്റ്റേജ് പണിക്ക് ആവശ്യമായ വസ്തു വിസ്തൃതി കൂട്ടി, അമ്പലത്തിന് ആവശ്യമായ സ്ഥലം വാങ്ങി വിസ്തൃതി കൂട്ടി. ഏകദേശം ഇപ്പോൾ അമ്പലത്തിൽ 55 സെൻറ്റ് സ്ഥലമുണ്ട്. 32 സെൻറ്റ് സ്ഥലമാണ് 1990 വാങ്ങിയത്. അതിനുശേഷം 23 സെൻറ്റ് വസ്തു പലപ്പോഴായി ട്രസ്റ്റ് കമ്മിറ്റിയുടെ ആത്മാർത്ഥമായ സ്ഥലം വാങ്ങണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 50 സെൻറ്റ് വസ്തു വാങ്ങാൻ കഴിഞ്ഞു. ഇത്രയും ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ കഴിഞ്ഞ 27 വർഷം നടത്താൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അതിനകത്തൊക്കെ നമുക്ക് ശക്തി പകർന്നത് 2007 യഥാർത്ഥത്തിൽ ഡോക്ടർ നമ്മുടെ ഇവിടെ സാർ താമസമായത്. 2006 സാറ് അമ്പലത്തിൽ തിരുമറ്റത്ത് താമസമായി. 2007 തന്നെ നമ്മുടെ ട്രസ്റ്റ് മെമ്പറായി, ട്രസ്റ്റ് പ്രസിഡൻ്റായി. 2007 മുതൽ ഇതുവരെയും ട്രസ്റ്റ് പ്രസിഡൻ്റായി തുടരുന്നു.
സാർ ഉൾപ്പെടെയുള്ള നാം 51 ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. അതുപരിയായി ഈ പ്രദേശത്ത് ആകമാനമുള്ള ഭക്തജനങ്ങൾ ആത്മാർത്ഥമായി നമ്മൾ ചെയ്ത് എപ്പോൾ കൈനീട്ടിയാലും നമുക്ക് പിന്തുണ നൽകിക്കൊണ്ട് എപ്പോൾ നമുക്ക് പറയുന്ന തുക അത്രയും നൽകാൻ പറ്റിയില്ലെങ്കിലും പരമാവധി തുക നൽകുന്നു. ഇപ്പോഴും ഈ പണി 60 ലക്ഷം രൂപ പൂർത്തിയാക്കുമ്പോൾ ഏകദേശം 22 ലക്ഷം രൂപ ആൾക്കാരുടെ വായ്പയാണ്. അതായത് 1 വർഷം 2 വർഷക്കാലം വരെ പലിശരഹിത വായ്പ. ഇപ്പോൾ തരുന്ന പൈസകൾ നമ്മൾ അടുത്ത വർഷത്തെ ഉത്സവത്തിൻ്റെ മിച്ചവും അതിൻ്റെ അടുത്ത വർഷത്തെ ഉത്സവത്തിൻ്റെ മിച്ചവും കൂടെ കൊടുക്കുന്നു. യഥാർത്ഥം നമ്മൾ ഇവിടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓരോ വർഷത്തെ ഉത്സവത്തിന് ഏറ്റവും കുറഞ്ഞത് 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് മിച്ചം കിട്ടും. അത് ആൾക്കാർ സംഭാവന. ആ സംഭാവനകൾ മിച്ചം കൊണ്ടുപോയാണ് എല്ലാ പ്രവർത്തനവും ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ 24 ലക്ഷം രൂപ കടമുണ്ടെങ്കിലും അതിൻ്റെയും ഞങ്ങൾ അടിസ്ഥാനം എന്നുള്ളത് ഈ വരും വർഷങ്ങളെ ഉത്സവത്തിൻ്റെ മിച്ചവും ഭക്തജനങ്ങളുടെ സഹായവും കൊണ്ട് ഇത് കടം വീട്ടാൻ കഴിയുമെന്നാണ് പ്രത്യാശിക്കുന്നത്. ഇതുവരെയും അത് നടന്നു പോകുന്നു. ബീക്കൺ ന്യൂസ് ആറ്റിങ്ങൽ.